ഹലോ എവരിവൺ. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരുപാട് സ്ട്രെസ് നിറഞ്ഞ ഒരു ലോകത്താണല്ലേ. എന്നും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സ്ട്രെസ്സുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അല്ലെ ചിന്തിക്കാൻ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീമിനൊക്കെ ആകെ ത്രെറ്റ് ആയിട്ടുള്ള, ഒരു ഭീഷണിയായിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ തന്നെ മനസ്സ് അൺകോൺഷ്യസ് ആയിട്ട് ഒരു സൈക്കോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് ഡിഫൻസ് മെക്കാനിസം, ഒരു പ്രതിരോധ സംവിധാനം. ഇത് പലതരത്തിലുണ്ട് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ പലതും നമ്മൾ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും, നമ്മളൊക്കെ അറിയാതെ തന്നെ നമ്മളുടെ ലൈഫിൽ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസം നമ്മളുടെ തന്നെ ഈ മൈൻഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു മെന്റൽ ബാലൻസ്, അല്ലെ ഒരു മെന്റൽ ഹോമിയോസ്റ്റാസിസ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മളുടെ മനസ്സിന്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനാണ് ഈ ഒരു പ്രതിരോധ സംവിധാനം പ്രകൃതി തന്നെ ഏർപ്പെടുത്തി തന്നിരിക്കുന്നത്. ഡിനൈൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ്, അല്ലെ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു പ്രതിരോധ മാർഗമാണ് ഈ ഡിനൈൽ, നിരാകരിക്കുന്ന ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്. പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാർഗമാണ് ഈ ഡിനൈൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു എക്സാമിന് ഫെയിലായി. അപ്പൊ പഠിക്കാതിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഫെയിലായത്, പക്ഷെ ആ യാഥാർത്ഥ്യം നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. പകരം നിങ്ങൾ പറയുന്നത്, അത് എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടല്ല ഞാൻ ആ എക്സാം തോറ്റത് എന്ന് നിങ്ങൾ പറഞ്ഞ് അതിന് വേറൊരു ഇത് പറയുമ്പോഴാണ് അതിനെ ഡിനൈൽ എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർ, അല്ല ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടൊക്കെയുള്ള ആളുകൾ, അവരുടെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അവരത് ഒരിക്കലും അംഗീകരിക്കാത്തതും ഈ ഒരു പ്രതിരോധ മാർഗം, അല്ലെ ഈ ഡിനൈൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം കൊണ്ടാണ്. റിപ്രഷൻ, ഈ ഒരു പ്രതിരോധ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ചില ബാഡ് മെമ്മറീസ് ഒക്കെ ആണെങ്കിൽ നമ്മളത് മനഃപൂർവ്വമായിട്ട് നമ്മുടെ കോൺഷ്യസ് അവയർനെസ്സിൽ നിന്ന്, നമ്മളുടെ ആ ഓർമ്മയുടെ ആ ബോധ തലത്തിൽ നിന്ന് മാറ്റാനായിട്ട്, മനഃപൂർവ്വം ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ആ കാര്യം പൂർണ്ണമായിട്ട് നമുക്ക് മറക്കാൻ സാധിക്കുമെന്ന് ഉള്ള ഒരു ഇതിൽ അല്ല. പലപ്പോഴും ആ ഓർമ്മകളൊക്കെ നമ്മളെ ഹോണ്ട് ചെയ്യുമെങ്കിലും നമ്മൾ പലപ്പോഴും ആ ഒരു കാര്യത്തെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഈ റിപ്രഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ ചെറുപ്പത്തില് ഒരു ചൈൽഡ് അബ്യൂസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് നമുക്ക്, ആരുടെയും കയ്യിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു അനുഭവം ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഉണ്ടായെങ്കിൽ ആ ഓർമ്മ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വന്നാലും നമ്മൾ അതിനെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു ഇത്. കാരണം നമുക്കത് ഓർമ്മിക്കാൻ ഇഷ്ടമില്ല, അത് നമുക്ക് വളരെയധികം ആങ്സൈറ്റിയും മനസ്സിന് വിഷമവും ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റാൻ ശ്രമിക്കുന്ന ആ ഒരു മെക്കാനിസമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഈ ഓർമ്മകൾ നമ്മളെ വേട്ടയാടുകയും അത് നമ്മളുടെ വലുതായാലും ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഒക്കെയും അഫക്റ്റ് ചെയ്യാനായിട്ടും സാധ്യതയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സബ്ലിമേഷൻ വളരെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസമാണ് ഈ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു നിരാശയോ എന്തെങ്കിലും ഉണ്ടായാൽ ആ ഒരു എനർജിയെ നമ്മൾ മറ്റേതെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവ് വേയിൽ യൂസ് ചെയ്യുന്നതാണ് ഈ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വളരെയധികം ദേഷ്യമാണ്. അപ്പൊ ആ ദേഷ്യം തീർക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണ്, പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ, നമ്മളിൽ പലർക്കും അനുഭവിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവത്തിൽ എന്തെങ്കിലും ദൂഷ്യമോ അല്ലെങ്കിൽ മോശപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഉണ്ടായെങ്കിൽ അത് നമ്മളുടെ കുറ്റം നമ്മൾ മറ്റൊരാളുടെ മേൽ, അവരങ്ങനെയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നതിനെയാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ ഏതെങ്കിലും ഒരാള് ഫെയ്ത്ത്ഫുൾ അല്ല എങ്കിൽ, അവർക്ക് വേറെ ഏതെങ്കിലും റിലേഷനോ അല്ലെങ്കിൽ സംശയരോഗം ഉണ്ടായെങ്കിൽ ആ കുറ്റം മറ്റേയാളുടെ മേൽ, ഞാനല്ല ആ ആളാണ് ഇങ്ങനെ സംശയം ഉള്ളതെന്ന് ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, അല്ലെ തിരിച്ചും. അപ്പൊ ഇതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ കുറ്റം മറ്റൊരാളുടെ മേൽ ചാർത്തുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ ഇഷ്ടമല്ല, ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാരോ ഫാമിലിയിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷെ നിങ്ങൾക്ക് ആ ആളെ ഇഷ്ടമല്ല എന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതല്ല, നിങ്ങളുടേതായിട്ടുള്ളൊരു ഇതിൽ അവതരിപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റി പറയുന്നതിനെയാണ് ഈ പ്രൊജക്ഷൻ എന്ന ഡിഫൻസ് മെക്കാനിസം കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. ഇന്റലക്ച്വലൈസേഷൻ, അതായത് എന്തെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ സ്ട്രെസ് നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഇമോഷണൽ ആസ്പെക്റ്റിൽ കാണുന്നതിന് പകരം അതിനെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് ഇന്റലക്ച്വലൈസേഷൻ എന്ന പ്രതിരോധ മാർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കോ അല്ലെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ടെർമിനലി ഇല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു കാര്യം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, നമുക്ക് അതിനെക്കുറിച്ച് ഓർക്കാനൊക്കെ വളരെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില വ്യക്തികൾ കാണിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം നമ്മൾ പറഞ്ഞാൽ അവർ ആ ഒരു ഡിസീസ് കണ്ടീഷനെ കുറിച്ച് പരമാവധി മാക്സിമം കിട്ടാവുന്ന ഇൻഫർമേഷൻ ശേഖരിക്കുക, എക്സ്പേർട്ട് ആയിട്ട് അവർക്ക് ആ ഒരു രോഗത്തെക്കുറിച്ചും അതിന്റെ മാർഗങ്ങൾ, അത് എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്നതിനെ കുറിച്ചെല്ലാം തന്നെ അവർ പഠിച്ചു വെക്കുകയാണ്. കാരണം ആ ഒരു റിയാലിറ്റി അംഗീകരിക്കുന്നതിന് അവർ മറ്റൊരു രീതിയിൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ അറിയാം, ചില വ്യക്തികൾ നമുക്കറിയാം അവരുടെ അസുഖത്തെ കുറിച്ച് മറ്റാരേക്കാളും നന്നായിട്ട് അതിന്റെ എല്ലാ ഏരിയകളും അവർ കവർ ചെയ്ത് അവർക്ക് അതിനെക്കുറിച്ച് നല്ലൊരു നോളജ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാഷണലൈസേഷൻ നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ മാർഗമാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. എന്തിൻ്റെയും ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് തരാത്ത കാര്യം ലൈഫിൽ ഉണ്ടാകുമ്പോൾ അതിന് നമ്മളായിട്ട് ഒരു എക്സ്പ്ലനേഷൻ, ഒരു കാരണം നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പരീക്ഷയിൽ നിങ്ങൾ തോറ്റു, അതിന് നിങ്ങൾ പറയുന്ന എക്സ്പ്ലനേഷൻ പഠിക്കാഞ്ഞിട്ടോ കഠിനമായി അധ്വാനിച്ച് പഠിക്കാത്തതുകൊണ്ടാണ് തോറ്റത്, അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് അംഗീകരിക്കാൻ മനസ്സില്ല. പകരം പറയുന്നത് ക്വസ്റ്റ്യൻസ് ശരിയല്ലായിരുന്നു, എക്സാം നോക്കിയാൽ പേപ്പർ നോക്കിയ ടീച്ചേഴ്സ് അത് ശരിക്കും ഇവാലുവേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. അങ്ങനെ മറ്റുള്ളവരുടെ മേലിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള ആ പോരായ്മയ്ക്ക് നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നതിനെയാണ് ഈ റാഷണലൈസേഷൻ എന്ന പ്രതിരോധ മാർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയാക്ഷൻ ഫോർമേഷൻ, ഇതും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രതിരോധ മാർഗമാണ്. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലുള്ള എന്ത് കാര്യമാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ പ്രവർത്തിക്കുന്നതിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരാളെ തീരെ ഇഷ്ടമല്ല, അവരെ കണ്ണി കാണുന്നത് പോലും താല്പര്യമില്ല, എന്നാൽ ആ ആള് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നത്, വളരെ സ്നേഹത്തോടെ പെരുമാറുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ആളോട് ഇഷ്ടമില്ലായ്മയാണ് എങ്കിൽ നമ്മൾ പുറമേ കാണിക്കുന്ന ആ ഇഷ്ടം, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രവർത്തനം. ഇതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം. ഡിസ്പ്ലേസ്മെന്റ്, നമ്മളുടെ ഒരു ഇമ്പൾസ് ആ ഒരു ഇതിനെ നമ്മൾ ഒരു സാഹചര്യത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഓഫീസിൽ നമ്മളുടെ സുപ്പീരിയേഴ്സിന്റെ കയ്യിൽ നിന്ന് ആരുടെയല്ലേ നമ്മളുടെ മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല ചീത്ത കേട്ടു, വഴക്ക് കേട്ടു. ആ ദേഷ്യം നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമ്മളുടെ ഭർത്താവിനോടോ അല്ലെ മക്കളോടോ ഒക്കെ കിടന്ന് ആ ഒരു ഇത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്, ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കിടക്കുന്നത് കൊണ്ട് തന്നെ വല്ലാതെ ഒച്ചയിടുക, വഴക്കുണ്ടാക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള നമ്മളുടെ ആ ഇമ്പൾസിനെ മറ്റൊരു ഇതിന്റെ മേല് നമ്മൾ ഏൽപ്പിക്കുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഒന്നും തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ പലതും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങൾ തന്നെ. ഇതൊട്ടും മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തിനും എല്ലാ തരത്തിലും നമുക്ക് ലൈഫിൽ നമ്മൾ ഉള്ളില് ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിച്ചെന്ന് വരില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രതിരോധ മാർഗങ്ങളാണ് പലപ്പോഴും നമ്മളുടെ മനസ്സിന് ഒരു ആശ്വാസവും ശാന്തതയും നമ്മുടേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.